ലൈവിൽ അഭിലാഷും നെവിനും ഒനിലും സാബുമാനും കൂടി സംസാരിക്കുകയാണ്. നെവിൻ പറയുകയാണ്, അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. അവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പോലും. ഞാനല്ല പിന്നിൽ നിന്ന് കുത്തിയത്. രന ഫാത്തിമയുടെ പിന്നിൽ നിന്ന് കുത്തിയത് അനുമോളുടെ കൂട്ടുപിടിച്ചിട്ട് അവളാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അതിലെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ലെന്നും നെവിൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ നല്ലവളായിരിക്കണം, കക്കാത്തവളായിരിക്കണം. ഞാനും അവളും കൂടിയിട്ടാണ് കട്ടിട്ടുള്ളത് നെവിൻ പറയുന്നുണ്ട്. ഇന്നലെ അവൾ ആവശ്യമില്ലാതാണ് ആ പ്രവീണിനായിട്ട് വെറുതെ വഴക്കുണ്ടാക്കിയത്. അവളുടെ ഡ്രസ്സ് ഞാൻ കൈ കൊണ്ട് പോലും തൊടില്ല. 2 ആഴ്ചയൊക്കെ ഡ്രസ്സ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. അവളുടെ ആര് ഞാൻ കഴുകത്തില്ല അവളുടെ ഡ്രസ്സെന്ന് നെവിൻ പറയുന്നുണ്ട്. എന്തെന്നാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്? ഇവളുടെ ഡ്രസ്സ് ഞാൻ കഴുകി കൊടുക്കത്തില്ല, തൊടില്ല ഞാൻ ഇവളുടെ ഡ്രസ്സ്. ഒരു ജോഡി ഡ്രസ്സും കൊണ്ട് കഴിഞ്ഞവളല്ലേ ഒരു ജോഡി കഴുകി കൊടുക്കുക. അപ്പോൾ അവനിൽ പറയുന്നുണ്ട് 3 ആഴ്ചയൊന്നും ആരും കഴുകി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ച 5 ദിവസമുണ്ട്. ആ 5 ദിവസത്തെ ഡ്രസ്സ് മാത്രം കഴിയാൽ മതി. അപ്പോൾ 5 ജോഡി മാത്രം കഴിയാൽ മതി, അല്ലാതെ അതിൽ കൂടുതലൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നൊക്കെ ഒനിൽ പറയുന്നുണ്ട്. ഒനിലും നെവിനും കൂടി പറയുന്നുണ്ട്, അന്നുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ അന്നേരം തന്നെയാണ് കഴുകിയിടുന്നത്, അവിടെ എവിടെയും തൂക്കിയൊന്നും ഇടാറില്ല. ഒനിൽ പറയുന്നുണ്ട്, എൻ്റെ ജഡ്ഡിയും ബെന്നിനും ഒക്കെ ഞാൻ അതാത് ദിവസം തന്നെ വൃത്തിയായിട്ട് കഴുകി എവിടെയെങ്കിലും ഉണക്കി എടുക്കാറാണ് പതിവ്. അപ്പം നെവിനും പറയുന്നുണ്ട്, ഞാനതെല്ലാം എൻ്റെ ഒറ്റ ഡ്രസ്സ് പോലും അതാത് ദിവസം കഴുകാതില്ല, അന്നന്ന് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് കഴുകി മാറ്റാറുണ്ട്. വൃത്തിയായിട്ട് നടക്കുന്നവർക്കാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നങ്ങൾ. പറയുന്നതിനൊക്കെ ഒരു രീതിയില്ലേ? പറഞ്ഞത് കേട്ടതല്ലേ നിങ്ങളൊക്കെ? ഒരാഴ്ചക്കുള്ളിൽ ലാലേട്ടൻ വരുന്നതിനുള്ളിൽ ഡ്രസ്സ് ഇത്രയും കഴുകി തരണമെന്ന്. പിന്നെ പറച്ചിൽ കേട്ടില്ലേ, ഞാൻ അവളുടെ അമ്മാവൻ്റെ മോളല്ലേ എന്ന് നിവിൻ പറയുന്നുണ്ട്. ഒനിൽ പറയുന്നുണ്ട്, എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദില നൂറ, ഞാൻ നൂറയുടെ ഉടുപ്പ് കഴുകണം, ആദില എൻ്റെ ഉടുപ്പ് കഴുകണം. അപ്പം ഞാനത് സംസാരിച്ചത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രൈഡേയുടെ ദിവസം 2 കഴിയിട്ട് പപ്പടം പോലെ ആക്കിയിട്ട് തിരിച്ചിട്ട് ഓൾറെഡി സെറ്റാക്കാം. അഭിലാഷ് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ആര്യൻ്റെ കഴുകി കൊടുത്ത്, എൻ്റെത് രനയ്ക്കാണ് കഴുകാൻ കൊടുത്തത്. ആര്യൻ്റെ 5 ജോഡി ഡ്രസ്സാണ് ഞാൻ കഴുകി കൊടുത്തതെന്നും അഭിലാഷ് പറയുന്നുണ്ട്.